Hello, in this section we are going to discuss about the erosional work by underground water, mainly the erosional landforms. The erosional landforms of underground water, first the lapis, highly corrugated and rough surface of limestone lithology characterized by low ridges and pinnacles, narrow clefts and numerous solution holes. എന്താണ് ലാപ്പീസ് എന്ന് നോക്കാം. ലൈംസ്റ്റോൺ ലിത്തോളജി അല്ലെങ്കിൽ ലൈംസ്റ്റോൺ ടോപ്പോഗ്രഫിയിൽ കണ്ടുവരുന്ന ഹൈലി കൊറുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ ചുക്കി ചുളുങ്ങിയിരിക്കുന്ന അത്രത്തോളം തന്നെ നല്ല റഫ് സർഫസ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ് കൊറുഗേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം കൊറുഗേറ്റഡ് ആയിട്ടുള്ള പരുവരുത്തിരിക്കുന്ന ഒരു റഫ് ആയിട്ടുള്ള സർഫസ് ആണ്. ഇതിന്റെ പ്രത്യേകത ഇവിടെ ലോ റിഡ്ജസും ഉണ്ട്, പിനാക്കിൾസും ഉണ്ട്. ലോ റിഡ്ജസ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന റിഡ്ജസും ഉണ്ട്, ഒപ്പം തന്നെ പിനാക്കിൾസ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടി ഷാർപ്പ് ആയിട്ടുള്ള പോയിന്റ്സും ഇതിൽ കാണാൻ സാധിക്കും. ഒപ്പം നാരോ ക്ലെഫ്റ്റ്സ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ക്രാക്സ് ഫ്രാക്ചേഴ്സിനെയൊക്കെയാണ് ക്ലെഫ്റ്റ്സ് എന്ന് പറയുന്നത്. ഒപ്പം സൊല്യൂഷൻ ഹോൾസും ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ലാപ്പീസ് ആണ്. ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം വളരെയധികം കൊറുഗേറ്റഡ് ആയിട്ടുള്ള പരുവരുത്തിരിക്കുന്ന ചുക്കി ചുളുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു സർഫസ് ആണിത്. ഇതിൽ കാണാൻ സാധിക്കും ലോ റിഡ്ജസ് ഉണ്ട്, ഒപ്പം തന്നെ പിനാക്കിൾസ് ഹയസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള പിനാക്കിൾസ് കാണാൻ സാധിക്കും, ചെറിയ ചെറിയ ക്ലിപ്സ് കാണാൻ സാധിക്കും, പിന്നെ ഒരുപാട് സൊല്യൂഷൻ ഹോൾസ് ചെറിയ ചെറിയ സൊല്യൂഷൻ ഹോൾസ് ഒക്കെ കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ലാപ്പീസ് ഫോം ചെയ്യുന്നത് നോക്കാം. ലാപ്പീസ് ആർ ജനറലി ഫോംഡ് ടു corrosion of limestone along the joints when limestone is well exposed at the ground surface. Corrosion എന്ന് പറയുന്ന erosional activity വഴിയാണ് ലാപ്പീസ് ഫോം ചെയ്യുന്നത്. ലാപ്പീസ് ഫോം ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസിൽ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്ന വെൽ ജോയിന്റ്സ് ഉള്ള ലൈംസ്റ്റോണിൽ കൊറോഷൻ സംഭവിക്കുമ്പോഴാണ് ലാപ്പീസ് ഉണ്ടാകുന്നത്. ഒരു ലൈംസ്റ്റോൺ കാണും, അതിന് നല്ല നല്ല ജോയിന്റ്സ് കാണും, അത് ഗ്രൗണ്ട് സർഫസിൽ എക്സ്പോസ്ഡ് ആയിരിക്കും. അവിടെ കൊറോഷൻ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടാകുന്ന ഫീച്ചറിനെയാണ് ലാപ്പീസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ നോൺ ആസ് Clint or Grex in North England and Bogus in Yugoslavia. And another term associated with this lapis is Caron, and it is a German term. It is used to describe minor and major solution furrows of funnels cut by the surface water into limestone. Caron എന്ന് പറയുന്ന ലാപ്പീസുമായിട്ട് വളരെയധികം സിമിലർ ആയിട്ടൊരു ഫീച്ചറാണ്. അതൊരു ജർമ്മൻ ടേം ആണ്. കാരൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈനറും മേജറുമായിട്ടുള്ള എല്ലാ സൊല്യൂഷൻ ഫറോസിനെയും അതുപോലെ തന്നെ ഫനൽസിനെയാണ്. ഇത് സർഫസ് വാട്ടർ ആണ് ഈ ലൈംസ്റ്റോണിൽ കട്ട് ചെയ്യുന്നത്. സർഫസ് വാട്ടർ ലൈംസ്റ്റോണിൽ കട്ട് ചെയ്യുന്ന മൈനർ ആൻഡ് മേജർ സൊല്യൂഷൻ ഫറോസിനെയാണ് കാരൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഹോൾസ് ആൻഡ് അസോസിയേറ്റഡ് ഫീച്ചേഴ്സ്. Chemically active rainwater dissolves limestone and other carbonate rocks along their joints, and thus numerous type of solution holes are developed at the ground surface when limestones are directly exposed to the atmospheric processes. സൊല്യൂഷൻ ഹോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ലൈംസ്റ്റോൺ ടോപ്പോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇറോഷണൽ ഫീച്ചറാണ്. ഇനി എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് നോക്കാം. വളരെ കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റെയിൻ വാട്ടർ, അതായത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്ന റെയിൻ വാട്ടർ ലൈംസ്റ്റോണെയും അതുപോലെ തന്നെ മറ്റു കാർബണേറ്റ് റോക്സിനെയും അതിൻ്റെ ജോയിൻസിൽ വെച്ച് ഡിസോൾവ് ചെയ്യിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സൊല്യൂഷൻ ഹോൾസ് ഈ ഒരു ആക്ടിവിറ്റി കാരണം ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഹോൾസിനെയാണ് സൊല്യൂഷൻ ഹോൾസ് എന്നും അതുമായിട്ട് അസോസിയേറ്റ് വരുന്ന അതിൻ്റെ ടോപ്പോഗ്രഫിക്കും അതിൻ്റെ ഫീച്ചറിനും ഒക്കെ അനുസരിച്ച് ഓരോരോ പേരുകളും വിളിക്കുന്നത്. ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് റെയിൻ വാട്ടർ ഉണ്ടായിരിക്കണം, ജോയിന്റ്സ് ഉണ്ടായിരിക്കണം എന്നതുപോലെ തന്നെ ഇത് അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സിന് അല്ലെങ്കിൽ സർഫസിൽ അത് ആ ഒരു ലൈംസ്റ്റോൺ ഡയറക്റ്റ്ലി എക്സ്പോസ്ഡ് കൂടെ ആയിരിക്കണം. And first feature is sinkhole. A sinkhole is an opening more or less circular at the top and funnel shaped towards the bottom. Sinkhole, solution hole first sinkhole. Sinkholeന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു മോർ ഓർ ലെസ് സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അതിൻ്റെ ടോപ്പ് താഴോട്ട് വരും തോറും അതൊരു ഫണൽ ഷേപ്പ് ആയിരിക്കും. And there are mainly two types of sinkholes, cylindrical sinkhole and funnel shaped sinkhole. When a sinkhole is formed solely through the process of solution, it is called a solution sink. ഇപ്പോൾ ഒരു sinkhole ഫോം ചെയ്യുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി വഴി മാത്രമാണെങ്കിൽ അതിനെ വിളിക്കുന്നത് സൊല്യൂഷൻ സിങ്ക് എന്നാണ്. റൈറ്റ് സൈഡിലെ പിക്ചർ നോക്കാം. ഇതൊരു ലൈംസ്റ്റോൺ ടോപ്പോഗ്രഫി ആണ്.
അല്ല ഒരുപാട് സിങ്ക് ഹോൾസ് കാണാൻ സാധിക്കും. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇതൊക്കെ സിങ്ക് ഹോൾസ് ആണ്. അതിന്റെ ഷേപ്പ് ഏതാണ്ട് സർക്കുലറും ആൾമോസ്റ്റ് സർക്കുലർ ഷേപ്പ് ഒക്കെ തന്നെയാണ്. അതിന്റെ ഷേപ്പ് അനുസരിച്ചാണ്, അത് താഴോട്ട് വരുന്ന ഷേപ്പ് ഫണൽ ഷേപ്പ് ആണെങ്കിൽ അതിനെ ഫണൽ ഷേപ്പ് സിങ്ക് ഹോൾസ് എന്നും, അത് സിലിണ്ടറിന്റെ രൂപത്തിലാണ് താഴെ പോകുന്നതെങ്കിൽ അത് സിലിണ്ടറിക്കൽ സിങ്ക് ഹോൾസ് എന്ന് വിളിക്കും. ഒരുപാട് സിങ്ക് ഹോൾസ് ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കും. Swallow hole. Gradual enlargement of sinkholes due to continuous dissolution of limestone result in the collisions of closely spaced sinkholes into one large hole called shallow hole. They form on the surface of the rock like limestone by the action of the solution. Solution activity കാരണം limestone surfaceൽ ഫോം ചെയ്യുന്ന ഒരു ഫീച്ചറാണ് swallow hole. ഇതിൻ്റെ ഒരു പ്രത്യേകത തൊട്ട് മുമ്പത്തെ സ്ലൈഡിലെ പിക്ചറിൽ കണ്ടതാണ്. ഒരു സിങ്ക് ഹോൾ എന്ന് പറയുന്ന ഉണ്ടാകുന്ന ആ ഒരു പ്രദേശത്ത് ഒരുപാട് സിങ്ക് ഹോൾസ് ഉണ്ടാവാറുണ്ട്. ഈ കണ്ടിന്യൂസ് ഇറോഷൻ നടക്കുന്ന സമയത്ത് ഓരോ സിങ്ക് ഹോളും എൻലാർജ് ചെയ്യുകയും എല്ലാ സിങ്ക് ഹോൾസും കൂടെ കൊളൈസൻസ് കൂടിച്ചേരുകയും ചെയ്തിട്ട് ഒറ്റ ഹോളായിട്ട് മാറുന്നതിനെയാണ് സ്വാളോ ഹോൾ എന്ന് വിളിക്കുന്നത്. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തൊരു സോളോ ഹോളാണ് ഈ കാണുന്നത്. Then dolines. Due to high chemical activity on swallow holes, their size and depth increases. Its diameter may extend up to some kilometers and depth may up to 100 meters. Mostly, such forms are found in tropical regions. Sinkholes എന്ന swallow hole ഉണ്ടായി. swallow hole ഡെവലപ്പ് ചെയ്തുണ്ടാവുന്ന ഒരു ഫീച്ചറാണ് ഡോളൈൻസ് എന്ന് പറയുന്നത്. ഈ swallow hole കണ്ടിന്യൂസ് ആയിട്ടുള്ള കെമിക്കൽ ആക്ടിവിറ്റി നടക്കുകയും അതിൻ്റെ ഡെപ്തും സൈസും ഒക്കെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഈ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ വരെ അതിൻ്റെ ഡെപ്ത് പോവുകയും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പല മേ ബി 1 കിലോമീറ്റർ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഹോളിനെയാണ് ലൈംസ്റ്റോൺ ടോപ്പോഗ്രഫിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു റോഷണൽ ഫീച്ചറാണ് ഡോളൈൻസ്. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിലാണ്. ഡോളൈൻസിന് ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. Collapsings. The solution holes enlarge due to collapse of some portion of the upper surface because of the formation of cavities below the ground surface is called collapsings. Collapsings ആ ഒരു പേരിൽ തന്നെയുണ്ട്. സിങ്ക് കൊളാപ്സ് ചെയ്തുണ്ടാകുന്ന ഒരു ഫീച്ചറാണ് കൊളാപ്സിങ്സ്. ഗ്രൗണ്ട് സർഫസിനകത്ത് കാവിറ്റീസ് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് മുകളിലുള്ള അപ്പർ സർഫസിലുള്ള ഒരു പോർഷൻ കൊളാപ്സ് ചെയ്ത് സൊല്യൂഷൻ ഹോള് എൻലാർജ് ചെയ്തുണ്ടാവുന്ന ഒരു ഫീച്ചറാണ് കൊളാപ്സിങ്സ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ മുകളിൽ ഒരു സർഫസ് ഓവർബർഡൻ സർഫസ് കാണാം. തൊട്ട് താഴെ സാൻഡ് ഉണ്ട്, അതിന് താഴെ ക്ലേ ഉണ്ട്, അതിന് താഴെ ലൈംസ്റ്റോൺ ബെഡ് റോക്കും ഉണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ക്യാവിറ്റി കാണാൻ സാധിക്കും. റെയിൻ വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് ആ ക്യാവിറ്റിയുടെ അങ്ങോട്ട് ഒഴുകുന്നതും കാണാൻ സാധിക്കും. ഈ തൊട്ടടുത്ത പിക്ചർ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ക്യാവിറ്റി കുറച്ചുകൂടെയൊക്കെ വലുതാവുന്നുണ്ട്. കാരണം ഇവിടുത്തെ ലൈംസ്റ്റോണിൽ കുറച്ച് ഇറോഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ ക്യാവിറ്റി കുറച്ചുകൂടെയൊക്കെ വലുതായി വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഫിഗർ എത്തുമ്പോഴത്തേക്കും ഈ ഒരു ക്യാവിറ്റി കുറച്ചുകൂടെ വലുതാവുന്നുണ്ട്. കുറച്ചുകൂടെ വോയിഡ് സ്പേസസ് ഒക്കെ അവിടെ കൂടി കൂടി വരുന്നുണ്ട്. ആ സമയത്തും അവിടെ ഓവർബർഡനും സാൻഡും ക്ലേയും കാണാൻ സാധിക്കും. ഇനി അടുത്ത ഫിഗർ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഭാഗം ഈ ഓവർബർഡനും സാൻഡും ക്ലേയും ഉള്ള ഭാഗം കൊളാപ്സ് ചെയ്യുന്നുണ്ട്. കാരണം ക്യാവിറ്റി വളരെയധികം കൂടി, അതുകൊണ്ട് തന്നെ മുകളിലത്തെ ഭാഗം കൊളാപ്സ് ചെയ്ത് അത്തരത്തിലുണ്ടാവുന്ന ഒരു സൊല്യൂഷൻ ഹോളിനെ, ഒരു സിങ്കിനെ വിളിക്കുന്ന പേരാണ് കൊളാപ്സിങ്സ്. Solution pan. A feature almost similar to doline in appearance but with shallow depth and larger areal extent. Doline നേരത്തെ പറഞ്ഞതാണ്, വളരെ ഡെപ്ത് ഉള്ള, വളരെ സൈസ് കൂടിയ, കിലോമീറ്റർ കണക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഷോളോ ഹോളാണ് ഡോളൈൻസ് എന്ന് പറയുന്നത്. ഒരു ഡോളൈനായിട്ട് വളരെ സിമിലർ ആയിട്ടൊരു ഫീച്ചറാണ് സൊല്യൂഷൻ പാൻ എന്ന് പറയുന്നത്. പക്ഷേ ഡോളൈൻസിൻ്റെ അത്ര ഇതിന് ഡെപ്ത് ഇല്ല. ഇത് വളരെ ഷാലോ ഡെപ്ത് ആണ്. ഈ ഫിഗറിൽ കാണാൻ സാധിക്കും. ഹൈറ്റ് വളരെ കുറവാണ്, പക്ഷേ ലാർജർ ഏരിയൽ എക്സ്റ്റെൻഡ് ഉണ്ട്. കാസ്റ്റ് ലേക്ക്. When the lower part of doline is blocked because of debris or clay formed by its own erosion, water gets collected as reservoir. This is known as karst lake. Karst lake. ഡോളൈൻ്റെ ലോവർ പാർട്ട് ഡെബ്രീസ് കൊണ്ടോ അല്ലെങ്കിൽ ക്ലേ കൊണ്ടോ, അതായത് ഡോളൈനിലുള്ള ഇറോഷൻ്റെ ഫലമായിട്ട് തന്നെ ഉണ്ടായി വരുന്ന ഡെബ്രീസ് കൊണ്ടോ
ക്ലേ കൊണ്ടോ ഡോളൈൻസിന്റെ ലോവർ പാർട്ട് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വെള്ളം കളക്ട് ചെയ്യുകയും അതൊരു റിസർവോയർ ആയിട്ട് മാറുന്നു. അത്തരത്തിലുള്ള ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് കാസ്റ്റ് ലേക്ക്. കോക്ക്പിറ്റ്. Rock wall steep depression caused by the collapse of ground surface is known as cockpit. Ground surfaceലുള്ള ലൈംസ്റ്റോൺ കൊളാപ്സ് കൊണ്ടുണ്ടാവുന്ന റോക്ക് വാൾഡ് ആയിട്ടുള്ള സ്റ്റീപ്പ് ഡിപ്രഷനെ വിളിക്കുന്ന പേരാണ് കോക്ക്പിറ്റ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള ഡിപ്രഷൻസ് ആണ് കോക്ക്പിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം ഇത് ഒറിജിനൽ ഫിഗറും ഇതൊരു ഡയഗ്രം ആണ്. ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആ ഭാഗത്തിനെയാണ് കോക്ക്പിറ്റ് എന്ന് വിളിക്കുന്നത്. Cast window. A cast window is also known as cast fenster. It is a geomorphic feature found in karst landscape where an underground river is visible from the surface within a sinkhole. കാസ്റ്റ് വിൻഡോ അല്ലെങ്കിൽ കാസ്റ്റ് ഫെൻസ്റ്റർ ഇതൊരു ജിയോമോർഫിക് ഫീച്ചറാണ്. കാസ്റ്റ് ലാൻഡ്സ്കേപ്പിൽ കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ് കാസ്റ്റ് വിൻഡോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മുകളിലത്തെ സിങ്ഹോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള അണ്ടർഗ്രൗണ്ട് റിവർ നമുക്കതിൽ വിസിബിൾ ആണ്. ഇതൊരു കാസ്റ്റ് വിൻഡോയുടെ താഴത്തെ ഭാഗത്തു നിന്ന് മുകളിലോട്ട് എടുത്തൊരു ഫോട്ടോഗ്രാഫാണിത്. Then Polgi. Most extensive depressions larger than dolines. It is characterized by vertical side wall, flat alluvial floor, irregular border and central lake. They are closed basins of elliptical shape. Polgi. ഡോളൈൻസിനെക്കാട്ടും വളരെ എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഡിപ്രഷനെയാണ് പോൾജി എന്ന് പറയുന്നത്. ഇത് ഡോളൈൻസ് ഒരു കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമാണെങ്കിൽ അതിലും കൂടുതൽ കിലോമീറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഫീച്ചറാണ് പോൾജി എന്ന് പറയുന്നത്. ഈ പോൾജിയുടെ പ്രത്യേകത, അത് വെർട്ടിക്കൽ സൈഡ് വോൾസ് ഇവിടെ ഈ അറ്റത്ത് കാണാൻ സാധിക്കും. വെർട്ടിക്കൽ സൈഡ് വോൾസ് കാണും. ഫ്ലാറ്റ് ആയിട്ടുള്ള അലൂവിയൽ ഫ്ലോർ ആണുള്ളത്. ഇറഗുലർ ആയിട്ടുള്ള ബോർഡേഴ്സ് ആണുള്ളത്. അതിന് പുറമെ സെൻട്രൽ ആയിട്ടൊരു ലേക്കും കാണാം. ഇനി ഇതിൻ്റെ ഒരു പോൾജിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എലപ്റ്റിക്കൽ ഷേപ്ഡ് ആണ്. ഇതൊരു ക്ലോസ്ഡ് ആയിട്ടൊരു ബേസിൻ ആണ് പോൾജി എന്ന് പറയുന്നത്. Then Vala. Extensive depressions which are up to 1 kilometer across and they are formed in a number of ways. Due to collisions of several dolines, due to collapse of the upper roof of large cavities formed underground, due to collisions of various sinkholes. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കിലോമീറ്റർ കണക്കിന് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഇറോഷണൽ ഫീച്ചറാണ് വാല എന്ന് പറയുന്നത്. വാല പല രീതിയിലും ഫോം ചെയ്യാം. ഒന്നേ ഒരുപാട് ഡോളൈൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു വാല ഉണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സിംഹോൾസ് കമ്പൈൻ ചെയ്തിട്ട് വാല ഉണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലാർജ് ക്യാവിറ്റി ഉണ്ടായിട്ട് അതിൻ്റെ അപ്പർ റൂഫ് കൊളാപ്സ് ചെയ്തും വാല ഉണ്ടാവാം. Valas are also called compound sinks because of the collisions of several sinkholes. ഇനി സിങ്ഹോൾ കമ്പൈൻ ചെയ്തിട്ടാണ് വാല ഉണ്ടാവുന്നതെങ്കിൽ അതിനെ കോമ്പൗണ്ട് സിങ്ക് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദ സൈഡ് ഓഫ് വാലാസ് ആർ വെരി സ്റ്റീപ്പ്. ഒരു വാലയാണ്. ഇതിൻ്റെ സൈഡ് കണ്ടാൽ അറിയാം, വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള സൈഡ്സ് ആണ് വാലയ്ക്ക് ഉള്ളത്. ആൻഡ് സ്മോളർ വാലാസ് ആർ കോൾഡ് ജാമാസ്. കാസ്റ്റ് പ്ലെയിൻ. Karst is a topography formed in the dissolution of the soluble rocks such as limestone, dolomite and gypsum. It is characterized by underground drainage system with the sinkholes and caves. Karst plain ആയിട്ടുള്ള ടോപ്പോഗ്രഫി ആണ് കാസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് ഫോം ചെയ്യുന്നത് ലൈംസ്റ്റോണോ ഡോളമൈറ്റിനോ ജിപ്സം റോക്സിന്റെ ഡിസൊല്യൂഷൻ കൊണ്ടാണ് ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ സൊല്യൂഷൻ ആക്ടിവിറ്റി കൊണ്ടാണ് കാസ്റ്റ് പ്ലെയിൻസ് ഉണ്ടാകുന്നത്. ഈ ഒരു കാസ്റ്റ് പ്ലെയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം വളരെ കൂടുതലായിരിക്കും. ഒപ്പം തന്നെ സിങ്ക് ഹോൾസും കേവ്സും അടങ്ങിയൊരു ഫീച്ചർ ആയിരിക്കും കാസ്റ്റ് പ്ലെയിൻ. Sinking creek. The surface of the karst plain looks like a sieve because of the development of closely spaced numerous sinkholes. When the surface water disappears through numerous sinkholes located in a line, the resultant feature is called sinking creek, and the point through which water goes downward is called a sink. Sinking creek. ഒരു കാസ്റ്റ് പ്ലെയിനിൽ ഒരുപാട് സിങ്ക്ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാസ്റ്റ് പ്ലെയിനിൽ ഒരുപാട് സിങ്ക്ഹോൾസ് കാണുമ്പോൾ അതൊരു സീവ് പോലെയാണ് കാണപ്പെടുന്നത്. സീവ് എന്ന് പറഞ്ഞാൽ ഒരു അരിപ്പ, വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ് ഈ സിങ്ക്ഹോൾസ് ഒക്കെ. അപ്പോൾ അത് ഒരു അരിപ്പ കണക്കാണ് കണ്ടുവരുന്നത്. ഏതെങ്കിലും ഒരു സർഫസ് വാട്ടർ ഈ ഒരു സിങ്ക്ഹോൾസിൽ കൂടെ
ഡിസപ്പിയർ ചെയ്യുന്നെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഫീച്ചറിന്റെ പേരാണ് സിങ്കിങ് ക്രീക്ക്. ഇനി ഏത് പോയിന്റിൽ വെച്ചാണോ ഈ വെള്ളം താഴോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്യുന്നത്, ആ ഒരു പോയിന്റിനെ വിളിക്കുന്നത് സിങ്ക് എന്നാണ്. ഈ ഒരു ഫിഗർ കാണാൻ ഇതൊരു കാസ്റ്റ് ടോപ്പോഗ്രഫിയാണ്. ഇവിടെ കൂടെ ഒരു നദി ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സിങ്ക് ഹോൾ ഉണ്ട്. ആ സിങ്ക് ഹോളിൽ കൂടെ അകത്തോട്ട് നദി താഴോട്ട് ഡിസപ്പിയർ ചെയ്യുന്നു അല്ലെങ്കിൽ അകത്തോട്ട് ഫ്ലോ ചെയ്യുന്നു. പിന്നെ അത് സർഫസിൽ ഫ്ലോ ചെയ്യുന്നില്ല, പിന്നെ അത് അണ്ടർഗ്രൗണ്ടിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫീച്ചറാണ് സിങ്കിങ് ക്രീക്ക്. ഇനി ഏത് പോയിന്റിൽ വെച്ചാണോ അത് ഡിസപ്പിയർ ആവുന്നത് അല്ലെങ്കിൽ താഴോട്ട് ഡൗൺ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത്, ആ ഒരു പോയിന്റിനെ വിളിക്കുന്നത് സിങ്ക്. ബ്ലൈൻഡ് വാലി. Blind valley refers to the valley of that surface stream which disappears in limestone formation through a sinkhole or a swallow hole. The surface flow terminates at the swallow hole or sinkhole and the valley looks dry. തൊട്ട് മുമ്പ് പറഞ്ഞ സിങ്കിങ് ക്രീക്കോട്ട് വളരെയധികം അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ് ബ്ലൈൻഡ് വാലി. ബ്ലൈൻഡ് വാലി എന്ന് പറയുന്നത് സിങ്കിങ് ക്രീക്കിൽ പറഞ്ഞല്ലോ, ഒരു സർഫസ് സ്ട്രീം കാണും. ആ സർഫസ് സ്ട്രീം ഏതെങ്കിലും ഒരു പോയിന്റ്, പ്രത്യേകിച്ച് ഒരു സിങ്ക് ഹോളോ അല്ലെങ്കിൽ സ്വാലോ ഹോളിൽ കൂടി ഡിസപ്പിയർ ചെയ്യുകയോ താഴോട്ട് ഒഴുകുകയോ ചെയ്യുന്നു. ഇത്തരത്തിൽ ഡിസപ്പിയർ ചെയ്യുന്ന സർഫസ് സ്ട്രീമിന്റെ വാലിയെ വിളിക്കുന്ന പേരാണ് ബ്ലൈൻഡ് വാലി. കാരണം ഇത്തരത്തിൽ ഒരു നദി ഒഴുകി വരുന്നു, ആ നദി അവിടെ ഡിസപ്പിയർ ചെയ്ത് പോകുമ്പോൾ അവിടെ പിന്നെ ആ വാലിക്ക് ഒരു പ്രസക്തി ഇല്ലാതാവുന്നു. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് വാലി എന്ന് വിളിക്കുന്നു. ഈ വാലിയുടെ ഒരു പ്രത്യേകത, ഇത് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടൊരു വാലി ആയിരിക്കും. ഈ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കും, ഒരു നദി ഒഴുകി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ എത്തുന്ന സമയത്ത് അതിന് താഴോട്ട് അത് ഡിസപ്പിയർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കാണപ്പെടുന്ന ഭാഗത്ത് അത് വളരെയധികം ഡ്രൈ ആയിട്ട് കാണപ്പെടുന്നു. അതിന്റെ വാലിയാണ് ബ്ലൈൻഡ് വാലി എന്ന് വിളിക്കുന്നത്. കാസ്റ്റ് വാലി. Surface streams develop their U-shaped valley on limestone formation. Such U-shaped valleys on limestone are called a karst valley or solution valley. Karst valley. Surface streams normal രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് V-shaped valley ആണ്. റണ്ണിങ് വാട്ടർ ഡെവലപ്പ് ചെയ്യുന്നത് V-shaped valley ആണ്. അതേസമയം അത് ലൈംസ്റ്റോൺ ഫോർമേഷൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന വാലിയുടെ ഷേപ്പ് U ആയിരിക്കും. അതിനെ കാസ്റ്റ് വാലി എന്നും സൊല്യൂഷൻ വാലി എന്നും വിളിക്കാറുണ്ട്. ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഭാഗം ഏതാണ് യു ഷേപ്പിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് യു ഷേപ്ഡ് വാലി അല്ലെങ്കിൽ കാസ്റ്റ് വാലി അല്ലെങ്കിൽ സൊല്യൂഷൻ വാലി. യു ഷേപ്ഡ് വാലി എന്ന് പറയുന്നത് ഗ്ലേഷ്യറിൽ ഉണ്ടാകുന്ന ടിപ്പിക്കൽ ഫീച്ചർ ആണ്. പക്ഷെ സർഫസ് സ്ട്രീംസ് കാസ്റ്റ് വാലിയിലും യു ഷേപ്ഡ് വാലീസ് ഉണ്ടാക്കാറുണ്ട്. Such valleys are always temporary because generally water disappears through sinkholes or shallow hole and the valley become dry. ഇത്തരത്തിലുണ്ടാകുന്ന കാസ്റ്റ് വാലി എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഫീച്ചർ അല്ല, അതൊരു ടെമ്പററി ഫീച്ചറാണ്. കാരണം ആ ഒരു സ്ഥലത്തോട്ട് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഒരു സിങ്ക് ഹോൾസ് കാണാം അല്ലെങ്കിൽ സ്വാളോ ഹോൾസ് കാണാം. അതുവഴി വാട്ടർ ഡിസപ്പിയർ ചെയ്തിട്ട് വാലി ഡ്രൈ ആയിട്ട് മാറും. അത്തരത്തിൽ വാലി ഡ്രൈ ആയിട്ട് മാറിയാൽ കാസ്റ്റ് വാലി ബ്ലൈൻഡ് വാലി ആയിട്ട് മാറും. Caves or caverns. In limestone regions, the flow of rivers are not outward but is inward. It dissolves its own bed and forms a large cave called cavern. Limestone regionsന്റെ പ്രത്യേകത, അവിടെ ഒഴുകി വരുന്ന നദികൾ അകത്തോട്ടാണ് ഒഴുകുന്നത്, സർഫസിലോട്ടല്ല. ഇത്തരത്തിൽ അകത്തോട്ട് ഒഴുകുന്ന നദികൾ അതിന്റെ ബെഡിനെ തന്നെ ഡിസോൾവ് ചെയ്യുകയും അത്തരത്തിൽ ഫോം ചെയ്യുന്ന ലാർജ് ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ കേവിനെ വിളിക്കുന്ന പേരാണ് cavern. The roof of such structures are called chambers. ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന കേവ്സിന്റെ റൂഫിനെ വിളിക്കുന്ന പേര് ചേംബർ എന്നാണ്. ദ ലാർജസ്റ്റ് ചേംബർ ഈസ് നോൺ ആസ് ബിഗ് റൂം. ഒരു കേവിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റൂഫിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ചേംബറിനെ വിളിക്കുന്ന പേര് ബിഗ് റൂം എന്നാണ്. Caves normally have an opening through which cave streams are discharged. കേവ്സിനകത്തോട്ട് നദി ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഒഴുകുന്ന നദികൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട്, ആ വെള്ളം പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് കാണാറുണ്ട്. Caves having an opening at both the ends are called tunnels. ചില കേവ്സിന് രണ്ട് വശത്തും ഓപ്പണിംഗ് കാണാറുണ്ട്. അങ്ങനെ രണ്ട് വശത്തും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ടണൽ എന്നാണ്. In India, these caves or caverns are found in Chhattisgarh and Cherrapunji. Ponoras. The vertical pipe-like passages that connect the caves and shallow holes are called ponoras. കേവ്സിനെയും ഷാലോ ഹോൾസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള പൈപ്പ് കണക്കിരിക്കുന്ന പാസേജസിനെ വിളിക്കുന്ന പേരാണ് പോണോറസ്. ഇൻ ഫ്രാൻസ് ഇറ്റ് ഈസ് കോൾഡ് ഏവൻസ്. Ponoras are formed due to the downward extension of sinkhole through continuous solution of carbonate rock.
ഈ പൊണോറസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ സിങ്ക് ഹോൾസ് ആൾറെഡി സർഫസിൽ ഫോം ചെയ്യും. അതിന് ഡൗൺവേർഡ് ആയിട്ടുള്ള ഇറോഷൻ നടത്തി ഡൗൺവേർഡ് എക്സ്റ്റൻഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീച്ചറാണ് പൊണോറസ് എന്ന് പറയുന്നത്. പൊണോറസ് മേ സംടൈംസ് ഫൗണ്ട് as inclined. ചില സമയത്ത് ഇത് വെർട്ടിക്കൽ പാസേജ് തന്നെ ആയിരിക്കണമെന്നില്ല, ഇൻക്ലൈൻഡ് ആയിട്ടും കാണപ്പെടാറുണ്ട്. Finally, natural bridge. Natural bridge is also known as natural arc. It is a naturally created arc resembling like a bridge. Natural bridge, limestone topography create ചെയ്യുന്ന മറ്റൊരു erosional feature ആണ് natural bridge അല്ലെങ്കിൽ natural arc. നാച്ചുറലി ഉണ്ടാകുന്ന ഒരു ബ്രിഡ്ജിനെ റിസംബിൾ ചെയ്യുന്ന ഒരു ആർക്ക് ആയതുകൊണ്ടാണ് അതിനെ നാച്ചുറൽ ബ്രിഡ്ജ് അല്ലെങ്കിൽ നാച്ചുറൽ ആർക്ക് എന്ന് വിളിക്കുന്നത്. They are formed due to the collapse of the roofs of the caves or disappearance of surface stream or subterranean stream. ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, കേവ്സിന്റെ റൂഫ് കൊളാപ്സ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ സർഫസ് സ്ട്രീമിന്റെ അല്ലെങ്കിൽ സബ്റ്ററേനിയൻ സ്ട്രീം, സബ്റ്ററേനിയൻ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് സ്ട്രീമിന്റെ ഡിസപ്പിയറൻസ് കൊണ്ടുണ്ടാവുന്ന ഒരു ഫീച്ചറാണ് നാച്ചുറൽ ബ്രിഡ്ജ്.